കോൺഗ്രസ് കൂടാരത്തിൽ എൻസിപിയെ തളയ്ക്കാമെന്ന ശരത് പവാറിന്റെ മോഹങ്ങൾക്ക് മേൽ കരിനിഴൽ വീണിരിക്കുകയാണ്. പാർട്ടിക്കുള്ളിലെ ഭിന്നസ്വരം ശരത് പവാറിനെ തളർത്തുന്നുണ്ട്. നിലവിൽ അംഗബലവും ആൾബലവും നന്നേ കുറഞ്ഞ അവസ്ഥയിലാണ് എൻസിപി പവാർ പക്ഷം നിൽക്കുന്നത്. കോൺഗ്രസിന് മഹാരാഷ്ട്രയിൽ നിലനിൽപ്പുണ്ടെന്ന് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചതാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ സംഘടന ശക്തി വിനിയോഗിക്കാമെന്ന ചിന്തയിലാണ് ശരത് പവാർ പക്ഷം നിലയുറപ്പിച്ചത്. എന്നാൽ അവിടെ വിമത നീക്കം കാര്യങ്ങൾ തകിടം മറിയ്ക്കുകയാണ്. 3 വർഷം മുമ്പ് പിളർന്ന എൻസിപിക്ക് ഇനിയും ഒരു പിളർപ്പ് താങ്ങില്ലെന്ന് മനസ്സിലാക്കിയ ദേശീയ അധ്യക്ഷൻ ശരത് പവാർ കോൺഗ്രസുമായി ലയിക്കാമെന്ന ആലോചനയിൽ നിൽക്കുമ്പോഴാണ് പാർട്ടിക്കുള്ളിൽ കലാപത്തിന്റെ കനലുകൾ എരിഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. 1999 കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ശരത് പവാർ എൻസിപി രൂപീകരിച്ചത്. സോണിയാഗാന്ധി കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതിലെ എതിർപ്പായിരുന്നു കാരണം. ദേശീയ തലത്തിൽ എൻസിപി ചില ചലനങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ഒടുവിൽ മഹാരാഷ്ട്രയിൽ മാത്രമായി ഒതുങ്ങിപ്പോയി. എന്നാൽ ഇന്ന് സോണിയയും ശരത് പവാറും ഇന്ത്യ പക്ഷത്തെ ശക്തരായ നേതാക്കളാണ്. 2 നേതാക്കന്മാർക്കും ഇടയിലെ മഞ്ഞ് ഉരുകിക്കഴിഞ്ഞു. ഇതോടെയാണ് ഒരു പുനർവിചിന്തനത്തിന് പവാർ തയ്യാറാകുന്നത്. ഏതാനും വർഷത്തിനിടെ അനന്തരവൻ അജിത് പവാറും കൂട്ടരും ഉടക്കിപ്പിരിയുകയും ബിജെപിയും ശിവസേനയിലെ ഒരു വിഭാഗവും നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ ഭാഗമാവുകയും ചെയ്തത് ശരത് പവാറിന് കനത്ത തിരിച്ചടിയാണ് നൽകിയത്. എൻസിപിക്ക് പാർലമെന്റിൽ 10 അംഗങ്ങളാണുള്ളത്. രാജ്യസഭയിൽ 2ഉം ലോക്സഭയിൽ 8ഉം. ഇതിൽ 6 എംപിമാർ ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേനയ്ക്കൊപ്പം പോകാമെന്ന ആവശ്യക്കാരാണ്. അല്ലെങ്കിൽ NDA പക്ഷത്തേക്ക് മാറണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനോട് ശരത് പവാറിന് യോജിപ്പില്ല. വീണ്ടും എൻസിപി പിളരാനുള്ള സാധ്യതയാണ് ഇതോടെ തെളിയുന്നത്. അജിത് പവാർ പക്ഷവും ശരത് പവാർ പക്ഷവും ലയിക്കുമെന്നും എൻസിപി ശക്തിപ്പെടുമെന്നും നേരത്തെ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു ചർച്ചയില്ലെന്ന് ആഴ്ചകൾക്ക് മുമ്പ് ശരത് പവാറുമായി ബന്ധമുള്ളവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസുമായി ലയിക്കാമെന്ന് ശരത് പവാർ പക്ഷം ആലോചിച്ചിരുന്നു. പക്ഷേ ചർച്ചകൾ എവിടെയും എത്തിയില്ല. തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന ധാരണയിൽ ചർച്ചകൾ നിലച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. ഉദ്ധവ് പക്ഷവും ഷിൻഡെ പക്ഷവുമായി ശിവസേന 2ആയി പിരിയുകയും ഉദ്ധവ് പക്ഷത്തു നിന്നുള്ള എംപിമാരിൽ മിക്കവരും ഷിൻഡെ പക്ഷത്തേക്ക് മാറുകയും ചെയ്തതോടെയാണ് എൻസിപിയിൽ വീണ്ടും വിമതസ്വരം ശക്തിപ്പെട്ടത്. 2 വാഗ്ദാനങ്ങളാണ് വിമതർ ശരത് പവാറിന് മുന്നിൽ വച്ചിരിക്കുന്നത്. ശിവസേനയിലെ ഷിൻഡെ പക്ഷത്ത് ചേർന്ന് കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമാകാം എന്നതാണ് അതിൽ ഏറെ പ്രധാനപ്പെട്ട വാഗ്ദാനം. അല്ലാത്ത പക്ഷം എൻസിപി പൂർണ്ണമായും NDA പക്ഷത്തേക്ക് മാറും എന്നതാണ്. ഈ 2 കാര്യങ്ങളും പക്ഷേ ശരത് പവാർ അംഗീകരിക്കുന്നില്ല. കോൺഗ്രസിൽ ലയിക്കാമെന്നാണ് ശരത് പവാറിന്റെ ആലോചന. സോണിയാഗാന്ധി പച്ചക്കൊടി കാട്ടിയ സാഹചര്യത്തിൽ ശരത് പവാറിന് മുന്നിൽ വിമതർ അല്ലാതെ മറ്റ് തടസ്സങ്ങളില്ല. മഹാരാഷ്ട്രയിൽ ഇക്കാര്യത്തിൽ ചർച്ചകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. മഹാരാഷ്ട്ര PCCക്ക് എതിർപ്പില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇവർ ലയിച്ചാൽ സ്ഥാനങ്ങൾ എങ്ങനെ പങ്കിടുമെന്നതിൽ അവ്യക്തത തുടരുകയാണ്. എൻസിപി ലയിച്ചാൽ കോൺഗ്രസിൽ ആഭ്യന്തര പോര് തുടങ്ങുമോ എന്ന ആശങ്ക ഹൈക്കമാൻഡിനുണ്ട്. മഹാരാഷ്ട്ര PCC അധ്യക്ഷ പദവി, ദേശീയ പ്രവർത്തക സമിതിയിൽ താൻ നിർദ്ദേശിക്കുന്നവർക്ക് അംഗത്വം, മകൾ സുപ്രിയ സുലെയ്ക്ക് ദേശീയ തലത്തിൽ സുപ്രധാന പദവി എന്നീ കാര്യങ്ങൾ ശരത് പവാർ മുന്നോട്ട് വെച്ചുവെന്നും വാർത്തകളുണ്ട്. അതേസമയം കോൺഗ്രസും എൻസിപിയും ലയിച്ചാൽ മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷം കൂടുതൽ ശക്തിപ്പെടുമെന്നും തിരഞ്ഞെടുപ്പുകളിൽ നേട്ടം കൊയ്യാമെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. സംസ്ഥാന തലത്തിൽ അന്തിമ ധാരണയായ ശേഷം ഹൈക്കമാൻഡിന് വിവരങ്ങൾ കൈമാറാമെന്ന ധാരണയിലാണ് എത്തി നിൽക്കുന്നത്. സോണിയാഗാന്ധി ചർച്ചകൾക്ക് മുന്നിട്ടിറങ്ങുമ്പോൾ പാർട്ടിയെ പിളർത്താനുള്ള നീക്കങ്ങളും താൽക്കാലികമായി അവസാനിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്.